ഡാ, ആ പൂന്തോട്ടത്തിനടുത്തുള്ള മരം കായ്ച്ചു പഴുത്തു. നീ കഴിച്ചോ? നല്ല രുചിയാ. ഹായ്, എന്താ ഒരു ടേസ്റ്റ്. മിട്ടു, നീ ഇത് ആരോടും പറയണ്ട. ഈ പഴങ്ങൾ മുഴുവൻ നമുക്ക് കഴിക്കാം. ഇപ്പോൾ വിശപ്പ് മാറി. ഇനി നമുക്ക് വൈകിട്ട് വരാം. അല്ല, ആരെയും കാണുന്നില്ലല്ലോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓ, ആ പൂച്ച ഇന്ന് വന്നല്ലോ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഡേയ്, എന്തോ നാടേ, നിനക്കെന്താ ഇവിടെ കാര്യം? ഒന്ന് പോയി. മിട്ടു, എന്തിനാ ഇത്ര ക്രൂരമായി എന്നോട് സംസാരിക്കുന്നത്? ഞാനൊരു പാവമല്ലേ? അത് നീ സ്വയം പറഞ്ഞാ പോരാ. നീ നല്ല ഒന്നാന്തരം തരികിടയാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി മേലാ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. മോഹങ്ങൾ മരവിച്ചു, മോതിരക്കൈ മുരടിച്ചു, മനസ്സു മാത്രം മുരടിച്ചില്ല. ഈ ഉടായ്പകളൊക്കെ പഴയതുപോലെ അങ്ങ് ഏൽക്കുന്നില്ലല്ലോ. എന്തോ നാഴേ തനിയെ സംസാരിക്കുന്നത്? വട്ടായോ? വട്ട് നിന്റെ. ഇവനെ വലയിൽ പെടുത്താൻ പറ്റുമോന്ന് നോക്കാം. ഇതാര്? ശാലുവോ? നീ ഫ്രീ ആണോ? അതെ, എന്തേ? എങ്കിൽ എന്റെ കൂടെ വാ, ഒരു സൂത്രം കാണിച്ചു തരാം. നിന്റെ സൂത്രം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സൂത്രം? ഇത് നിന്റെ കുരുട്ട് ബുദ്ധിയും ഉടായ്പകളും ഈ കാട്ടിൽ പാട്ടാണ്. മര്യാദയ്ക്ക് നടന്നോ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അയ്യോ, ഈ കാട്ടിൽ ഇനി ഒരു രക്ഷയുമില്ല. വേറെ കാട്ടിലേക്ക് പോകാം. ശാലക്കുരുവിയോ? കുറെ ആയല്ലോ കണ്ടിട്ട്. മിട്ടുപൂമ്പാറ്റ എവിടെ? ഞാനിവിടെ ഉണ്ട്. കുറച്ചു നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നല്ല വിശപ്പ്. ആ രുചിയൂറും ഫലങ്ങൾ വേറെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത് ഭാഗ്യം. ഇവരും അറിഞ്ഞോ? നാശം. ഇനി അധികകാലം പഴങ്ങൾ നിലനിൽക്കില്ല. ഇവൻ ആളൊരു വയറനാണ്. ചിന്ന, ഞാൻ നിന്നെ വിളിക്കാൻ വരാനിരിക്കുകയായിരുന്നു. നല്ല രുചിയുള്ള പഴങ്ങളാ. വയറ് നിറയെ കഴിച്ചോ. അല്ല, നീ ഇതെങ്ങനെയാ അറിഞ്ഞത്? എന്നോട് മിട്ടുപൂമ്പാറ്റ പറഞ്ഞതാ. എടാ മിട്ടു, ഇത് ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അന്നു മുതൽ ഇവൻ എന്റെ ശത്രുവായി. സ്വാർത്ഥ ചിന്തയുള്ള ഇവന്റെ സൗഹൃദം ഞാനും ഉപേക്ഷിച്ചു.